നോ ലോജിക് ഓൺലി മാഡ്നസ്. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ ഡിസംബർ 18 റിലീസായ ഏറ്റവും പുതിയ കോമഡി ആക്ഷൻ എന്റർടൈൻമെന്റ് സിനിമയാണ് ബബ്ബബ്ബ. ദിലീപ്, മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു സന്തോഷ് എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ തികച്ചും ഒരു ആക്ഷൻ കോമഡി സ്പൂഫ് സിനിമയാണ്. ദിലീപിന്റെയും മോഹൻലാലിന്റെയും പഴയ സിനിമകളുടെ ഒരുപാട് റെഫറൻസുകൾ കാണിച്ചുകൊണ്ട് ദിലീപിന്റെയും മോഹൻലാലിന്റെയും ഫാൻസിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഉണ്ടാക്കിയ ഒരു സിനിമ. മികച്ചൊരു തിരക്കഥയോ മെസ്സേജോ ഉള്ള സിനിമയല്ല. 2.25 മണിക്കൂർ പ്രേക്ഷകർക്ക് കൈയടിച്ചും വിസിലടിച്ചും ആർപ്പ് വിളിച്ചും കാണാനുള്ള ഒരു സിനിമയാണ് ബബ്ബബ്ബ. സിനിമ ഒരു എന്റർടൈൻമെന്റ് വൈബാണെങ്കിലും ആ എന്റർടൈൻമെന്റ് യോജിച്ച മ്യൂസിക്കോ BGMോ കൊടുക്കാൻ മ്യൂസിക് ഡയറക്ടർക്ക് സാധിക്കാതെ പോയി. തികച്ചും ഒരു ശരാശരി അനുഭവം മാത്രമായിരുന്നു ഈ സിനിമയിലെ മ്യൂസിക്. സിനിമയിൽ എടുത്തു പറയേണ്ടത് അഭിനേതാക്കളുടെ പെർഫോമൻസ് തന്നെയാണ്. ദിലീപ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു എനർജറ്റിക് ആയ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. എവിടെയൊക്കെയോ CID മൂസ റൺവേ എന്ന സിനിമയിലെ ദിലീപ് ഏട്ടനെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് മോഹൻലാൽ. ഒരു കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു അദ്ദേഹം ബബ്ബബ്ബയിൽ അവതരിപ്പിച്ചത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ദിലീപ് മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിച്ച് അഭിനയിക്കുന്നു എന്ന വലിയ ഹൈപ്പുണ്ടായ സിനിമയാണ് ബബ്ബബ്ബ. പക്ഷേ സ്ക്രിപ്റ്റിലെ പോരായ്മയോ മേക്കിങ്ങിലെ പാളിച്ചയോ ആവാം, പ്രേക്ഷകർക്ക് സിനിമ ഒരു ശരാശരി അനുഭവം മാത്രമാണ് ഉണ്ടായത്. സിനിമ കണ്ട നിങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായം.